Yes, Ashwini. Sudisha, good afternoon. Srilashmi. Reshma, good afternoon. Yes, Vismaya Vinci, good afternoon. Rishya, good afternoon. Yes. അപ്പോൾ ആദ്യമേ തന്നെ ഇനി നമ്മൾ തമ്മിൽ കാണുമ്പോൾ ഓണം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഓക്കെ സക്കീർ ഹുസൈൻ, ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പോൾ എല്ലാവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേരുന്നു. ഓക്കെ. ആഘോഷങ്ങളെന്നും മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. യെസ്, ഹാപ്പി ഓണം നീതു. ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങൾ, അത് ഓണമായാലും തീർച്ചയായും. ഹാപ്പി ഓണം. യെസ് യെസ്, ഓക്കെ അശ്വതി, ഹാപ്പി ഓണം. ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കും. കാരണം അടുത്ത ഓണത്തിന്, അടുത്ത വിഷുവിന്, അടുത്ത പെരുന്നാളിന് എന്നൊക്കെ പറഞ്ഞ് കാത്തിരിക്കുന്നത് എപ്പോഴും ഒരു ആഘോഷത്തിന്റെ പേരിലാണ്. അപ്പൊ അതെപ്പോഴും മനുഷ്യനെ ജീവിപ്പിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പൊ ആഘോഷങ്ങളില്ല എങ്കിൽ ജീവിതത്തിന് ഒരു സുഖം ഉണ്ടാവില്ല. അപ്പൊ പല പല ആഘോഷങ്ങൾ ഇങ്ങനെ വരണം. യെസ്, എന്നാലാണ് ശരിയാവുള്ളൂ. അപ്പൊ നമുക്ക് ഓണമായതുകൊണ്ട് ഇന്ന് ഞാനിങ്ങോട്ട് വന്ന സമയത്ത് കുട്ടികൾ മുഴുവനും സെറ്റ് സാരി എടുത്ത് പോയിക്കൊണ്ടിരിക്കുന്നു. രാവിലെ പറവൂരിൽ ആവശ്യത്തിന് പോയപ്പോ രാവിലെ 7 മണി മുതൽ ഓക്കെ അപർണ, ഹാപ്പി ഓണം. കുട്ടികൾ സെറ്റ് സാരി എടുത്ത്, ആൺകുട്ടികള് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന കുട്ടികളും ഉണ്ടാക്കി കൊടുത്ത് സ്റ്റൈലായിട്ട് അവിടെ നിൽക്കുകയാണ്. യെസ്. അപ്പൊ നമുക്ക് ഓണത്തിന്റെ ഭാഗമായിട്ട് ആർക്കാണ് ഒരു ഓണവുമായി ബന്ധപ്പെട്ടൊരു പാട്ട് ചെയ്യാറുള്ളത്? സുധീഷ, അറിയൊക്കെ? യെസ്. നമുക്ക് വലിയ പാട്ട് അങ്ങനെയൊന്നും വേണമെന്നില്ല. നമുക്ക് ഈ 32 പേർക്ക് അറിയാവുന്ന രീതിയിൽ പോരെ. പിന്നെ അത് പാടാൻ അറിയാവുന്ന ആൾക്കാരുണ്ടല്ലോ. ആരാ ഉള്ളത്? ഒരാളുടെ ധൈര്യസമ്മേളനം പറയാം. സാറേ ഞാൻ നോക്കട്ടെ. ഓണത്തിന്റെ ആഘോഷവുമായി ബന്ധപ്പെട്ട എന്ത് വേണമെങ്കിലും. ബിന്ദു സത്യൻ. ബിന്ദു സത്യൻ. യെസ്. അപർണ. ഇതിനകത്ത് ഒരുപാട് കലാകാരന്മാരും കലാകാരികളുള്ളതല്ലേ. ഇനി ഞാൻ ഒരാൾ വിളിക്കുന്നത്, അദ്ദേഹം ഒരു പാട്ട് പാടിയിട്ട് നമുക്ക് ഓണാഘോഷ പരിപാടികൾ തുടക്കം കുറിക്കാം. അശ്വതി. യെസ്, അശ്വതി ഒരു പാട്ട് പാടാം. അശ്വതി പാടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും വരും. യെസ്, ഓക്കെ, ഓഫ് കോഴ്സ്, അങ്ങനെ ഇരിക്കണം. യെസ്. മോഹൻ പൊന്നിൻ മുത്തായി മാറ്റും പൂവിയോലി, നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിലെ പൂവിലെ പൊന്നാളി, നീ വരൂ പൊന്നാളി. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പൊ ഓണം
ഓക്കെ. വിസ്മയ പറഞ്ഞ പോലെ അശ്വതി വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അശ്വതിക്ക് ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദനം പറയുന്നു. ഞാൻ അശ്വതിയും കൂടി വന്നിട്ടാണെങ്കിൽ ഞാൻ ചമ്പ്യനെ എന്നെ രക്ഷിക്കുകയും ചെയ്തു. ഓക്കെ. അപ്പൊ അശ്വതി പാടി കഴിഞ്ഞപ്പോ പ്രചോദനം വന്ന കുറച്ച് പേരുണ്ടാവില്ലേ മനസ്സിൽ? യെസ്. ആ പ്രചോദനം വന്നതിന് ഒരാൾ സാറെ ഞാനൊന്ന് പാടി നോക്കട്ടെ എന്ന് പറയുന്ന ധൈര്യം കാണിക്കുന്നതായിരുന്നു. യെസ്. ഓണമായിട്ട് ബന്ധപ്പെട്ട് തന്നെ വേണമെന്നില്ല. നിങ്ങൾക്കറിയാവുന്ന നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ആ കലാകാരിയെ ഓക്കെ ഓക്കെ നീതു ധൈര്യസമയം പറഞ്ഞിട്ടുണ്ട്. ഞാനൊന്ന് പാടട്ടെ എന്ന്. അശ്വതി വേറൊന്നുകൂടി മനസ്സിൽ റെഡിയാക്കി വെച്ചോ. യെസ്. ഇപ്പൊ പെട്ടെന്നായതുകൊണ്ട് അശ്വതി മാസ്റ്റർ പീസ് ആയിട്ട് അവരുടെ കയ്യിലുണ്ടാവില്ല. ആ മാസ്റ്റർ പീസ് ആയിട്ട് റെഡിയാക്കി വെച്ചു. യെസ്, പറഞ്ഞോളൂ നീതു മോള്. യെസ്, ഓക്കെ. നീതു പ്രിൻസ് പറഞ്ഞോളൂ, പഠിക്കോളൂ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലിത്തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. കഴിഞ്ഞു. ഇത്രയൊക്കെ കയ്യിലുണ്ടായിട്ടാണ് നീതു നല്ല ശബ്ദമാണ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. യെസ്. അടുത്ത ആളാരാണ്? ഇന്നത്തെ ദിവസം നമ്മള് കുറച്ചേരം വിട്ടുകളാണ്. യെസ്. ആ പഴയ അർച്ചനാച്ചു അറിയൂ റെഡി? യെസ്, ഓക്കെ. രേഷ്മ റെഡിയാണ്. രേഷ്മ അതിന്റെ ഓരോരുത്തരും റെഡിയാക്കി വന്നോണ്ട രേഷ്മ. ഓണമായിട്ട് ബന്ധപ്പെട്ട പാട്ട് തന്നെ വേണമെന്നുണ്ടോ? അതൊന്നുമില്ലേ, പാടിയാ പോരെ? പാടിയാ മതി. ഒരു പാട്ട്, അത് കവിത ആയാലും കുഴപ്പമില്ല, ഈ 2 വാക്ക് ഓണത്തെ കുറിച്ച് പറഞ്ഞാലും കുഴപ്പമില്ല. യെസ്, ഞാൻ പാടാം. പാട്ട് ഞാൻ പാടാം. ഓണമായിട്ട് ബന്ധപ്പെട്ടതല്ല, ഒരു പാട്ട് ഞാൻ പാടാം. യെസ്, ഓക്കെ. വെരി വെരി ഗുഡ്. ഓക്കെ സർ. ഏറിദൂരെങ്കിൽ നീ ഓർക്കും നിന്റെ കിനാവിനായി കാതോർക്കും വിരഹമേ പ്രണയം പടരും സിരയിലൊരു തീനലയാ മുള്ളാലുള്ളീറും നോവാടനുരാഗം നോവുമ്പോഴും തേനൂറും സുഖമാടനുരാഗം പതിയെ പതിയെ തിരുമുകരുകിയലേ. സർ മതിയില്ലേ? ഓക്കെ ഓക്കെ രേഷ്മ, ഒരെണ്ണം കൂടി പാടണം. അത് നല്ല സൗണ്ടാണ്, ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ഇടയ്ക്കിടക്ക് റേഞ്ച് ഉള്ള സ്ഥലത്തോട്ടൊന്നും മാറി നിൽക്കും. പ്രേക്ഷകരെ നിരുത്സാഹപ്പെടുത്തരുത്. റേഞ്ച് ഉള്ള സ്ഥലത്തോട്ടും മാറി നിന്നിട്ട് വേറൊരു മാസ്റ്റർ പീസ് റെഡിയാക്കും. ഓക്കെ ഓക്കെ സർ. കട്ടായി പോയി ഇല്ലേ? റൈറ്റ്, കറക്റ്റ് അല്ലേ? നിങ്ങൾക്ക് ഫീൽ ചെയ്ത ഇടക്കിടക്ക് റേഞ്ച് ഉള്ള സ്ഥലത്തോട്ടൊന്നും നീങ്ങിയില്ല. യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. എന്നിട്ട് ഒരെണ്ണം വേറെ ഒരെണ്ണം. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, നല്ല സൗണ്ടാണ് ലക്ഷ്മി. യെസ്, വെരി ഗുഡ്. താങ്ക് യു സർ. ഓക്കെ ഓക്കെ. ഈ ആരാണ്? യെസ്,
യെസ്, ധൈര്യസമേതം. നിങ്ങളുടെ ഉള്ളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്കൊന്നും പാടിയാൽ കൊള്ളാം, പക്ഷെ അങ്ങോട്ട് പറയാനൊരു പടി. ധൈര്യമായിട്ട് പറയും. ഇപ്പൊ ഇവിടെ കേൾക്കുന്ന ഒരു ഒച്ചയില്ലേ, തൊട്ടപ്പുറത്ത് ഓണാഘോഷ പരിപാടി നടക്കുകയാണ്. അത് സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ഓണാഘോഷമാണ്. ഈ പഞ്ചായത്ത് ഓണാഘോഷ പരിപാടികളിൽ ഒരു ദിവസം സ്പെഷ്യൽ സ്കൂളുകാർക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അവ കുട്ടികൾ വന്ന് നടത്തുന്ന പരിപാടിയാണ്. യെസ്, ദൃശ്യ ദൃശ്യ നെഹ്ല കെ പി. സാർ ഞാൻ പാടട്ടെ? യെസ്, ഓക്കെ. റേഡിയോത്തോട്ട് നീങ്ങിട്ട് പഠിക്കും കേട്ടോ. ഓക്കെ സാർ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കറക്റ്റ് ആണ്. ഓക്കെ ഓക്കെ. തൊടും സ്നേഹമേ നീ എന്നിലെ ഇരുളുമാറ്റിടവേ ഉരുകുമോരോ ജീവനിൽ നനവ് തന്നിടവേ അടരുവാനുദാ ഹൃദയമുലയുകയാ ഒരു നിലാമഴ പോലെ അരികിലണയുകയായി നീ പുലരിയേക്കാളേറെ തെളിമ പകരുകയായി നീ മെല്ലെ മെല്ലെ എന്റെ മൗനങ്ങൾ പ്രണയമായി മാറി മിഴികളിൽ നീ ഒരു കിനാവായി കഴുകി മായുകയോ ഉയിരിലെ വഴിയിൽ ഉണരുമിൻ തിരിയാം ജന്മവീണയിലേകമാം സ്വരമന്ത്രണം നീ. മതിയില്ലേ സർ? യെസ്, ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പോഴാണ് കറക്റ്റ് ആയിട്ട് കേട്ടത് അല്ലേ? യെസ്, വെരി ഗുഡ് വെരി ഗുഡ്. എനിക്ക് അഭിനന്ദനത്തിന്റെ പ്രവാഹം പൂക്കളും തമ്പും. ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. ഒരു 9 വർഷം ഞാൻ പാട്ട് പഠിക്കുന്നതാണ്. കുറച്ച് നാൾ പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. യെസ്, ഞാനത് ചോദിക്കാൻ പോലും. പാട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഉണ്ട് സാർ. ഞാൻ മുൻപ് ക്ലാസ്സിൽ പാടിയിട്ടുണ്ട്. ഒരു 9 വർഷം ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചതാണ്. അതിന്റെ വെരി ടാലന്റ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു. എന്ത് പറ്റി അതിനകത്ത് ഫോക്കസ് ചെയ്യാനത്? അത് പിന്നെ കോളേജ് വരെയൊക്കെ കണ്ടിന്യൂ ചെയ്തു. പിന്നെ വീട്ടിലാർക്കും വലിയ, അമ്മ മാത്രമാണ് കുറച്ച് സപ്പോർട്ട് ചെയ്ത് തന്നത്. പിന്നെ ആർക്കും കണ്ടിന്യൂ ചെയ്ത് പഠിക്കാൻ താല്പര്യം ഉണ്ടായില്ല. എനിക്ക് മ്യൂസിക് പഠിക്കണം എന്നായിരുന്നു, മ്യൂസിക് എടുത്ത് പഠിക്കണം എന്നായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു ചാൻസ് കിട്ടിയില്ല. ഇനി നോക്കണം. ഓക്കെ താങ്ക് യു സർ. ജീവിതം ഒന്നല്ലേ ഉള്ളൂ. ആ സമയത്ത് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുറച്ചെങ്കിലും ചെയ്യുക. അതെ 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 അതെ. നമുക്ക് സന്തോഷം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ചെയ്യും. നമ്മൾ വെറുതെ ജീവിച്ചു പോരുന്ന കാര്യം, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം. അത് എന്നോട് എന്റെ ജീവിതത്തിൽ പല കാര്യങ്ങൾ അത് ചെയ്ത് അത് എനിക്കൊരു ഹാപ്പിനെസ് കിട്ടുന്നതാണ്. അത് വേറെ ആളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഞാൻ ആ ഹാപ്പിനെസിന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്യും. അതുകൊണ്ട് പാട്ട് പാടാൻ കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ മിസ്സാക്കാറില്ല. എവിടെയാണെങ്കിലും നമുക്ക് പറ്റണ സാഹചര്യം ആണെങ്കിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ഞാൻ HA15 ഒരു ശ്രീലക്ഷ്മി വഴിയ കുട്ടിയുണ്ട്. അത് ലാസ്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് മെസ്സേജ് ഇട്ട് കൊടുക്കും, സാറേ ഞാനൊരു പാട്ട്. അത് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. 2 പേരൊക്കെ പറഞ്ഞു അതൊരു ലാസ്റ്റ് 10 മിനിറ്റ് ആകുമ്പോഴേക്കും അത് റെഡി ആയിട്ട് വരും. HA15 ശ്രീലക്ഷ്മി. ഓക്കെ ഓക്കെ, വെരി ഗുഡ് രേഷ്മ, വെരി ഗുഡ്, കീപ് ഇറ്റ് വെരി ഗുഡ്. താങ്ക് യു സർ. യെസ്, ഇനി ആരാണ്? യെസ്, ധൈര്യസമേതം വരും. ഇന്ന് ഓണത്തിന്റെ സെലിബ്രേഷൻ ആയിട്ട് കുട്ടികൾ അവിടെ ഒരു പാട്ടൊക്കെ പാടുമ്പോൾ നമ്മളിവിടെ യെസ് ഡാൻസുകാരിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ദൃശ്യക്ക് വയ്യാൻ തൊണ്ടയ്ക്ക് സുഖമില്ല. ബിൻസി ജേസൺ, ആർ യു റെഡി? നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ പോലെ പഠിക്കോട്ടെ.
ബിൻസി ജെയ്സ്. യെസ്. അർച്ചന അച്ചു. യെസ്. ജിനിമോൾ. ജിനിമോൾ മാത്യു. രേഷ്മ സുധീർ. ആൻഡ്രിയ. ഞാൻ വെറുതെ പേര് വിളിച്ചപ്പോ വേണ്ട. പത്മശ്രീ. യെസ്. മിനു മനോജ്. ഓക്കെ, റെഡി. യെസ്, മിനു മനോജ് ഈസ് റെഡി. സാറേ പാടിയ പാട്ട് തന്നെയാ കേട്ടോ. ഓക്കെ, അതൊന്നും കുഴപ്പമില്ല മിനു. യെസ്, ഡോണ്ട് വറി. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. നാവിൻ കൊണ്ടേറുന്നൊരു പൂവാലിക്കിളിയേ മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. സാറേ എനിക്ക് ബാക്കി അറിയില്ല കേട്ടോ. ഇത് നമ്മുടെ യേശുദാസ്. ഓക്കെ, നന്നായിട്ട് പാടി. ഓക്കെ മിനു, യേശുദാസ് പാടിയ ഓണപ്പാട്ടിന്റെ സീരിയലുള്ള പാട്ടല്ലേ അല്ലേ? ഓണപ്പാട്ട് എന്ന് പറയുന്ന. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. സുധീഷ, ഡാൻസ് മാത്രമല്ലോ കയ്യില്, പാട്ടല്ലേ? യെസ്. അപർണ. അപർണ, യെസ്, പാടിക്കോളൂ അപർണ. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. തിരുവോണപ്പുലരി തൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി തിരുമേനിയേഴും നെള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. കഴിഞ്ഞു സർ. ഓ, വെരി ഗുഡ്, വെരി ഗുഡ്. നമ്മൾ വിചാരിച്ച പോലെയല്ല പറഞ്ഞ. അപർണ ഞാൻ ആദ്യം വിളിച്ചപ്പോ അപർണ പാട്ടുകൾ തരികയായിരുന്നു. വളരെ പഴയ ഒരു പാട്ടല്ലേ? യെസ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ പാട്ടാണ് അല്ലേ? യെസ്. ഓക്കെ, ഓക്കെ അപർണ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഷക്കീല, കയ്യിൽ സ്റ്റോക്ക് ഒന്നുമില്ലേ? പഴയ മാപ്പിളപ്പാട്ടൊക്കെ കയ്യിലിരിപ്പുണ്ടാവുമല്ലോ. ഷക്കീല മുബാരക്. യെസ്. ശ്രീലക്ഷ്മി. സാധാരണ ശ്രീലക്ഷ്മി എന്നുള്ള പാട്ട് പേരുള്ളവരൊക്കെ കലാകാരികളൊക്കെ ആവാറുണ്ട്. ഈ ശ്രീലക്ഷ്മി. യെസ്. അഞ്ജലി. യെസ്. ബിന്ദു സത്യന് തൊണ്ടവേദന ആയതുകൊണ്ട് ബിന്ദു സത്യൻ. ആ, ഓക്കെ, 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 ഓക്കെ. അപ്പൊ ബിന്ദുവിന് അവിടെ പാടാൻ പറ്റാത്ത, ശ്രീലക്ഷ്മിക്ക് അവിടെ പാടാൻ പറ്റാത്ത സാഹചര്യമായതുകൊണ്ടാണ്. ബിന്ദു സത്യൻ. ലക്ഷ്മി വിപിൻ. ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തന്നില്ല, അത് പറയുന്നത് അതാണ്. ലക്ഷ്മി വിപിൻ. ആതിര നിതിൻ.
അയന അനിൽ. യെസ്. ഷിറിൻ. യെസ്. അപ്പൊ അശ്വതിയോട് ഞാൻ പറഞ്ഞതിനോട് കൂടി നോക്കി വെച്ചോളാൻ. യെസ്. ആർ യു റെഡി അശ്വതി? ഓക്കെ സർ. ഓക്കെ. യെസ്. ഇവരാരും ഒന്നാണ് വിളിച്ചിട്ട് ആരും വരാത്. എല്ലാവരും ഇങ്ങനെ മാറി നിൽക്കാനുള്ള അശ്വതി. അയ്യെ പാടിയിട്ട് ഇന്നത്തെ നാളെ. അതെ, ഷെറിന് പാടാൻ പറയാൻ പറ്റുമോ ഷെറിൻ? യെസ്. പാടാനോ പറയാനോ? പഴയ കോളേജ് ജീവിതത്തിലോട്ട് തിരിച്ചു സ്കൂൾ ജീവിതത്തിലോട്ട് ഒരു മിനിറ്റ്. യെസ്. ജീവിതത്തിന്റെ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് പഴയ ജീവിതത്തിലോട്ട് തിരിച്ചു പോകും. യെസ്. ഓക്കെ. അപ്പോ അശ്വതിക്ക് പാടി കഴിയുമ്പോഴേക്കും നിങ്ങൾ റെഡിയായാൽ മതി ആരെങ്കിലും. ഓക്കെ. അശ്വതി നേരത്തെ പറഞ്ഞതുപോലെ അശ്വതിക്ക് ആദ്യം ഫസ്റ്റ് ചാൻസ് ആയതുകൊണ്ട് ഒരു പ്രിപ്പറേഷൻ എടുക്കാൻ നേരം കിട്ടിയില്ല. യെസ്. ഓക്കെ അശ്വതി, കണ്ടിന്യൂ. ഓക്കെ സർ. കാറ്റോടു മേഘം മെല്ലെ സ്നേഹാർദ്രനീതോ സ്വകാര്യം മായുന്ന സന്ധ്യേ തേടി പരാഗം ഈ നടിയിലെ പൈതലായി നീ മോളും കാട്ടിലെ പ്രണയമായി നിന്നെ കാത്തു ഞാൻ നിൽക്കവേ ഞാൻ തേടുന്നു. ഓക്കെ സർ. ഓക്കെ അശ്വതി, വെരി ഗുഡ്. അപ്പൊ മാസ്റ്റർ പീസ് ഒക്കെ കയ്യിലുണ്ട്. ഓക്കെ, വെരി ഗുഡ്. യെസ്. ഇനി ഞാൻ കോമൺ ആയിട്ട് ചോദിക്കുകയാണ്, ആർക്കെങ്കിലും 2025 ഓണം ഇനി ഉണ്ടാവില്ല, ഒറ്റ പ്രാവശ്യം ഉണ്ടാവുള്ളൂ. ഇനി വരുമ്പോൾ 26 ആവും. 25 നല്ല നമ്പറാണ്. ഹാഫ് സെഞ്ചുറി എന്നൊക്കെ പറയുന്ന പോലെയാണ്. ഹാഫ് അല്ല, ക്വാർട്ടർ സെഞ്ചുറി. യെസ്. ജൂബിലി വർഷമാണ്. എനിബഡി? അനുല? യെസ്. അപ്പൊ ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതുകൊണ്ട് ഞാൻ 1-2 ഓണവുമായി ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സിമ്പിൾ ചോദ്യങ്ങൾ. ബിന്ദു സത്യനോടാണ് ആദ്യത്തെ ചോദ്യം. ചോദ്യം ഇതാണ്: വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ഫോർ ദ ഫെസ്റ്റിവൽ ഓഫ് ഓണം? Which state is known for the festival of Onam? Yes. Okay. ചോദിക്കുന്ന ആള് ഒരു മിനിറ്റ് കൊടുക്കും. 1 മിനിറ്റ് കഴിഞ്ഞിട്ട് അദ്ദേഹം മറുപടി പറയുന്നില്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് പറയണ്ട. യെസ്, 1 മിനിറ്റ്. ബിന്ദു സത്യം വന്നിട്ടുണ്ട്, കേരള. യെസ്. ഓക്കെ. വെരി ഗുഡ്. അടുത്ത ചോദ്യം ലക്ഷ്മി ബിബിനോടാണ്. ദ നെയിം ഓഫ് ദ കിങ് associated with the legend of Onam. The name of the king associated with the legend of Onam. Mahabali. Yes, correct answer. Very good. Yes. Mahabali. Correct answer. അടുത്തത് ആതിരയോടാണ് ചോദ്യം. ആതിര നിധി. ചോദ്യം ഇതാണ്: വിച്ച് മന്ത് ഇൻ മലയാളം കലണ്ടർ ഡസ് ഓണം fall? Which month of the Malayalam calendar does Onam fall? Chingam. Is the correct answer? Very good. Correct answer is Chingam. Simple. Yes.
അടുത്ത ബാക്കിയുള്ളവരൊക്കെ എഴുതിയിട്ടുണ്ട്. യെസ്, 1 മിനിറ്റ് എൻ്റെ ഉത്തരം പറയാൻ. അതിനുള്ളിൽ പറഞ്ഞിരിക്കുക, ബാക്കിയുള്ളവർ കയറിക്കൊള്ളു. 1 മിനിറ്റ്. അടുത്ത ചോദ്യം അയനയോടാണ്. അയന ചോദ്യം ഇതാണ്: വിച്ച് അവതാർ of Vishnu is associated with the legend of Onam? വാമനൻ. Is a correct answer. Yes, correct answer. Which Thank you. avatar of Vishnu is associated with the legend of Onam? That is Vamana. Correct answer. Correct answer. Yes. Needu Princeoടാണ് അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്: the traditional floral decoration made during Onam is called dash. അത്തം. ചോദ്യം ഒന്നും കൂടി ശ്രദ്ധിക്കൂ. The traditional floral decoration made during Onam is called, അത്തത്തിന്റെ കൂടെ വേറൊരെണ്ണം കൂടെ ഒക്കെ ഉണ്ടായിരുന്നു. അത്തപ്പൂക്കളം. പൂക്കളം. അപ്പൊ പൂക്കളം എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ ഓക്കെ, പൂക്കളം. പൂക്കളം ഇസ് കറക്റ്റ് ആൻസർ. യെസ്, ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അടുത്ത ചോദ്യം ഷെറിനോടാണ്. ചോദ്യം കേട്ടോളൂ. The traditional feast, FEAST, feast served during Onam is known as dash. സദ്യ. Sadhya is a correct answer. Correct ആണ്. ഓക്കെ അഞ്ചിരി correct answer ആണ്. ഓക്കെ ബിന്ദു, സദ്യയാണ്. The traditional feast served during Onam is known as Sadhya. Very good, very good, very good. മിനു മനോജ് ജോസഫ്, അടുത്ത ചോദ്യം താങ്കളോടാണ്. ചോദ്യം ഇതാണ്: how many days Onam traditionally celebrated? 10 days. 10 days is a correct answer. Very good, very good, very good. It's a correct answer. അടുത്ത ചോദ്യം പത്മശ്രീയോടാണ്. പത്മശ്രീ ശ്രദ്ധിച്ചോളൂ. The dance form, FORM, popularly performed by women during Onam is dash. The dance form, തിരുവാതിരക്കളി സർ. തിരുവാതിരക്കളി is a correct answer. തിരുവാതിര. Very good, very good, very good. Yes. Okay, 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 very good. പത്മശ്രീ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. അടുത്ത ചോദ്യം ജിനിമോൾ മാത്യുവിനോടാണ്. ജിനിമോൾ മാത്യു, ചോദ്യം ഇതാണ്: the most consumed fruit, FRUIT, fruit during Onam season. The most consumed fruit for you? Sir, banana. Yes, it's the correct answer. Banana. It's the correct answer. Very good, very good, very good. Yes, the most consumed fruit during Onam season is banana. Correct answer. Archana Achu. Archana Achu, അച്ചുവിനോടാണ് അടുത്ത ചോദ്യം. ചോദ്യം ഇതാണ്: the previous day to Tiruvanam is known as dash. ഉത്രാടം. Utradam is the correct answer. Very good, very good. Okay, Shruti, Anjali, Aina, correct answer. The previous day to Tiruvanam is known as Utradam. Yes. അടുത്ത ചോദ്യം സുധീഷയോടാണ്. ചോദ്യം കേട്ടോളൂ. The term, TERM, term used for the new clothes worn, WORN, worn during Onam. ഓണക്കോടി. Onakodi is the correct answer. It's the correct answer. The term used for the new clothes worn during Onam is called Onakodi. Correct answer. Yes.
അടുത്ത ചോദ്യം അശ്വതിയോടാണ്. ഉത്തരം ചെറുതാണ്, പക്ഷെ ചോദ്യം കുറച്ച് ലെങ്ത് ആണ്. അപ്പൊ ചോദ്യം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ചോദ്യം: വിച്ച് ആർട്ട് ഫോം പെർഫോംഡ് ഡ്യൂറിംഗ് ഓണം ഇൻവോൾവ് dancers painted as leopards and tigers? പുലികളി സർ. Yes, it's a correct answer. പുലികളിയോ കടുവകളിയോ എന്തെങ്കിലും പറയാം. Yes, correct answer ആണ്. Which art form performed during Onam involved dancers painted as leopards and tigers? That is called പുലികളി. തൃശ്ശൂർ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടായില്ല? തൃശ്ശൂർ ജില്ലയിൽ നിന്ന് വരുന്നവര് അല്ലെങ്കിൽ തൃശ്ശൂർ ഭാഗത്തുള്ളവര് അവിടെയാണ് ഓണത്തിന്റെ മൂന്നാമത്തെ ദിവസമോ നാലാമത്തെ ദിവസമോ പുലികൾ ഇറങ്ങുന്നത്. യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപർണ, ചോദ്യം ഇതാണ്. അപർണയോടുള്ള ചോദ്യമാണ്. The traditional song sung, SUNG, sung during വള്ളംകളി is called dash. വഞ്ചിപ്പാട്ട്. Is a correct answer. Very good, very good, very good. Yes, അതാണ് ട്രഡീഷണൽ സോങ്. വള്ളംകളിയും ഓണാഘോഷത്തിന്റെ ഒരു ഭാഗമാണ്. യെസ്, the traditional song sung during വള്ളംകളി is called വഞ്ചിപ്പാട്ട്. ശ്രീലക്ഷ്മി, ഓക്കെ, അഞ്ജലി കറക്റ്റ് ആണ്. ലാസ്റ്റ് ചോദ്യമാണ്, ഓണവുമായിട്ട് ബന്ധപ്പെട്ട ലാസ്റ്റ് ചോദ്യമാണ്. ചോദ്യം ശ്രീലക്ഷ്മിയോടാണ്. Which day marks, MARKS, marks the start of Onam? Which day marks the start of Onam? Yes. അപ്പോ ശ്രീലക്ഷ്മിയിൽ നിന്ന് വന്നിട്ടില്ല. ക്വസ്റ്റ്യൻ പാസ് ചെയ്യാം. അഞ്ജലി. അത്തം. അത്തം. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്, അത്തമാണ് കറക്റ്റ് ആൻസർ ആണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ നേരത്തെ വിസമ്മതിച്ച ആർക്കെങ്കിലും ഇതൊക്കെ കഴിഞ്ഞപ്പോ ഞാനൊന്ന് പാടട്ടെ എന്ന് തോന്നിയ ആരെങ്കിലും ഉണ്ടോ? ഞാനൊന്ന് നോക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിച്ച ആരെങ്കിലും? ആരുമില്ല. എവിടെ നിങ്ങളായിട്ട് കലാകാരന്മാര് കലാകാരികളൊക്കെ ഉള്ളതല്ലേ? യെസ്. ഞാൻ ഇന്ന് വന്ന് ഇങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു, ഞാൻ ടീച്ചർമാരോട് ഇന്ന് അവര് ഓണാഘോഷമായിട്ട് തകർക്കാൻ പോയെന്ന് പറഞ്ഞത് കയറിയാണ് വന്നത്. ഇത് അവിടെ നിന്ന് ഇറങ്ങി ചെല്ലുമ്പോൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയുമ്പോ യെസ്. ആർക്കെങ്കിലും ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും, എനി സോങ്, എനി കവിത, എനി സ്പീച്ച് or any other performance? Yes. Nobody. Yes, Needu. Yes. Okay. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ചോദിച്ച ചോദ്യത്തിലെ ഒന്ന് രണ്ട് നാല് ചോദ്യങ്ങൾ ബാലൻസ് ഉണ്ടായിരുന്നു. ആ ചോദ്യം നിങ്ങൾ ചോദിക്കുകയാണ്. യെസ്, പെൻസിലോട്ട് ഇത് കിടക്കണ്ടെന്ന് വിചാരിക്കുന്നു. യെസ്, ആ ചോദ്യം ചോദിക്കുകയാണ്. ഞാൻ പറയുന്ന ചോദിക്കുന്ന ചോദ്യങ്ങൾ ഉത്തരം ഫസ്റ്റ് ലെറ്റർ ഇയും രണ്ടാമത്തെ ലെറ്റർ എമ്മുമാണ്. നിങ്ങൾ അത് വെച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നത്. ഇ ആൻഡ് എം. ഇ എം ബാക്കി നിങ്ങൾക്ക് പോയി. ചോദ്യം ഇതാണ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പാസ് ചെയ്ത് വരാം അല്ലെ? യെസ്. അപ്പൊ ആദ്യത്തെ ചോദ്യം ബിന്ദു സത്യനേരാണ്. യെസ്, ചോദ്യം ഇതാണ്. ടു അക്സെപ്റ്റ് ഓർ അഡോപ്റ്റ് എ കോസ് ഓർ ബിലീഫ്. To accept, ACCEPT, or adopt, ADOPT, a cause, CAUSE, or belief.
അതിനൊരു വേർഡ് ഉണ്ട്, ഒറ്റ വേർഡ്. ഇതൊരു മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. അതിനൊരു വൺ വേർഡ് ഉണ്ട്. ബിന്ദു സത്യന് അറിയാമെങ്കിൽ പറയാം. 1 മിനിറ്റ് കഴിഞ്ഞാൽ ആർക്കും പറയാം. To accept or adopt a cause or belief. യെസ്, ഞാൻ പറഞ്ഞോളൂ. യെസ്, അറിയില്ല. അത് ഞാൻ തന്നെ പറയാം അല്ലെ. അതിന്റെ വൺ വേർഡ് എംബ്രേസ് എന്നാണ്. EMBRACE, എംബ്രേസ്. ഒരു വിശ്വാസമോ അല്ലെങ്കിൽ ഒരു കാരണമോ ഉൾക്കൊള്ളുക എന്നുള്ള അർത്ഥത്തിൽ. അടുത്ത ചോദ്യം ആതിരയോടാണ്. ചോദ്യം ഇതാണ്: എ സിംബൽ, SYMBOL, എ സിംബൽ ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. എ സിംബൽ ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. EM തുടങ്ങുന്ന ഒരു വേർഡ് ഉണ്ട്, അതിനെ സൂചിപ്പിക്കുന്നു. പറയാമോ? എ സിംബൽ ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. യെസ്, ആർക്കെങ്കിലും പറയാം. ഷെറിൻ കറക്റ്റ് ആൻസർ. പത്മശ്രീ കറക്റ്റ് ആൻസർ. അശ്വതി കറക്റ്റ് ആൻസർ. ബിന്ദു കറക്റ്റ് ആൻസർ. അതിന്റെ പേരാണ് എംബ്ലം. നമ്മളൊക്കെ നോട്ടീസൊക്കെ കാണുമ്പോൾ ഓരോ സ്ഥാപനത്തിന്റെ എംബ്ലം ഉണ്ടാവില്ലേ, അത് പലതും പറയുന്നതാണ്. യെസ്, എ സിംബൽ ദാറ്റ് റെപ്രസെന്റ്സ് സംതിങ്. ഓക്കെ ഓക്കെ. അടുത്ത ചോദ്യം അയനയോടാണ്. എ ലാർജ് Australian bird, a large Australian bird, similar to an ostrich. Okay, okay. അയന ചോദ്യം അങ്ങനെ ചെല്ലേണ്ട താമസം കറക്റ്റ് ആയിട്ട് പറഞ്ഞു. EMU, ജിനിമോൾ, ബിന്ദു സത്യൻ, അശ്വതി. ഓക്കെ ഓക്കെ ഓക്കെ, കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. EMU കറക്റ്റ് ആണ്. യെസ്. അടുത്തത് നീതുവിനോടാണ്. നീതു പ്രിൻസ്. ചോദ്യം ഇതാണ്: the title, TITLE, the title of a Muslim ruler. The title of a Muslim ruler, RULER. അപ്പോ നീതുവിന്റെ സമയം കഴിഞ്ഞതുകൊണ്ട് കോമൺ ആയിട്ട് വിടുകയാണ്. യെസ്, the title of a Muslim ruler. ഈ നമ്മുടെ കുവൈറ്റ് അവിടുന്ന് ഇവിടെ വരുമ്പോ പേര് പത്രത്തിൽ വരും. യെസ് യെസ്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോ അമീർ എന്ന് പറയും, ഇംഗ്ലീഷിൽ പറയുമ്പോ EMIR, എമിരിറ്റസ് എന്നൊക്കെ പറയുന്ന പോലെ എമിർ, EMIR, എമിർ. അടുത്ത ചോദ്യം ഷെറിനോടാണ്. എ വുമൺ who rules an empire. A woman who rules an empire. Yes, ആർക്കെങ്കിലും പറയാം. Open to all. A woman who rules an empire. EMPIRE. യെസ്, അതിനെ പറയുന്ന പേര് എംപ്രസ് എന്നാണ്. EMPRESS, എംപ്രസ്. എംപററിന്റെ ഫെമിനിൻ, എംപ്രസ്. യെസ്. അടുത്ത ചോദ്യം മിനു മനോജ് ജോസഫിനോടാണ്. ചോദ്യം ഇതാണ്: എ ഗ്രീൻ സ്റ്റോൺ, STONE, സ്റ്റോൺ, എ ഗ്രീൻ സ്റ്റോൺ. ചില ആളുകളുടെ എല്ലാം കയ്യിലെ മോതിരത്തിനും കാണാറില്ലേ, അത് ഗ്രീൻ സ്റ്റോൺ. അതിന് പറയുന്ന പേര്. യെസ്, ആർക്ക് പഠിക്കുന്നു.
ഗ്രീൻസ്റ്റോൺ. ഓക്കെ. ഷെറിൻ ശ്രീലക്ഷ്മി കറക്റ്റ് ആൻസർ ആണ്. ദാറ്റ് ഈസ് കോൾഡ് എംറാൾഡ്. EMRALD. എംറാൾഡ്. എംറാൾഡ് ക്രസ്റ്റ് എന്നൊക്കെ പറയും. യെസ്. അടുത്ത ചോദ്യം പത്മശ്രീയോടാണ്. ടു പേ, PAY, പേ. To pay someone to work for you. To pay someone to work for you. അതിനെ പറയുന്ന പേര്. To pay someone who work for you. Okay, Pratmasri. So correct answer, employee. Correct ആണ്, employee. Yes, പണിയെടുക്കുന്ന ആളാണ്. എംപ്ലോയർ എന്ന് പറഞ്ഞാല് പണി കൊടുക്കുന്ന ആളാണ്. യെസ്. അടുത്ത ചോദ്യം അർച്ചന അച്ഛനോടാണ്. ഒരു മീനിങ് ആണ് ഞാൻ പറയുന്നത്, എന്റെ വൺ വേർഡ് പറയാൻ പറ്റുന്നത്. ടു എക്സ്പ്രസ് പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയാസ് ഇൻ എ വിസിബിൾ ഫോം. ടു എക്സ്പ്രസ് പ്രിൻസിപ്പിൾസ് ഓർ ഐഡിയാസ് ഇൻ എ വിസിബിൾ ഫോം. In a visible form. Yes, Sudisha. Yes, sir. Yes. Ashwini. To express principles of ideas in a visible form. Okay, I'll do the one. Education അല്ല ഫരീദ, വേറൊരു പേര്. എഡ്യൂക്കേഷൻ പറയുമ്പോ ഇ കഴിഞ്ഞിട്ട് ഡി വന്നു, ഇ കഴിഞ്ഞിട്ട് എം വല്ല, ഇ കഴിഞ്ഞിട്ട് എം വരാം. എമ്പതി അല്ല ഫരീദ, എംബോഡി കേട്ടാ. EMBOD, എംബോഡിമെന്റ് എന്നൊക്കെ പറയാറുണ്ട്. അവർ ഓക്കെ, അത് വിട്ടേണ്ടത്. ഞാൻ ചോദ്യത്തിന്റെ പാറ്റേൺ ഒന്ന് മാറ്റുകയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളുടെ ആൻസറിന്റെ ഫസ്റ്റ് ലെറ്റർ ടി എന്നാണ്. ടി. യെസ്, ചോദ്യം ഇതാണ്. ഇനി ഞാൻ ഓരോ ആളോട് ചോദിക്കുന്നില്ല, കോമൺ ആണ് കേട്ടോ, നമ്മുടെ പഴയ സ്റ്റൈൽ. Yes. The exchange of goods dash. Exchange of goods. Sudisha, Ashwini, Ayana. Sudisha, Ashwini and Ayana. ട്രാൻസ്പോർട്ട് അല്ല, ട്രേഡ് ആണ്, കച്ചവടം. ടു എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഗുഡ്സ് കൈമാറുന്നത് ട്രേഡ് ആണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Parallel lines on which a train runs. Parallel lines, Ashwini, Sudisha, Jinimoy. Ashwini, Sudisha, Jinimoy. Correct ആണ്. ട്രാക്ക് എന്നാണ് പറയുന്നത്. ട്രാക്കിലൂടെ ഫസ്റ്റ് ട്രാക്ക്, സെക്കൻഡ് ട്രാക്ക് എന്നാണ് പറയുന്നത്. ട്രാക്കാണ്. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ terrible, TERRIBLE, a terrible that causes sadness. A terrible that causes sadness. Trauma. Yes. ഉദ്ദേശിച്ച ആൻസർ ആയിട്ടില്ല. ഷേക്സ്പിയറിന്റെ നാടകങ്ങളെ അങ്ങനെ തിരിക്കാറുണ്ട്. ആണ്
A terrible. Okay, Sherin, Padmasree, Ashwini. Sherin, Padmasree, and Ashwini. Answer correct ആണ്. Tragedy. ഷേക്സ്പിയർ നാടകങ്ങൾ അങ്ങനെ വിഭജിക്കുന്നത്. Tragedy and comedy. Yes. അടുത്ത വാക്കിംഗ്. ഞാൻ പറയുന്നത് മീനിങ് ആണ്. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്. വാക്കിംഗ് വിത്ത് ഹെവി സ്റ്റെപ്സ്. ക്രഷിംഗ്. CRUSHING. Crushing everything on ground. Crushing everything on ground. And one word. Walking with heavy steps, crushing everything on the ground. Yes, the answer is tramp. TRAMP. TRAMP, tramp, and trample. TRAMPLE. Tramp. അപ്പോൾ അതുപോലെ അടുത്ത ചോദ്യം. A temporary mental condition. A temporary mental condition in which Srilakshmi, Sudhisha, Ayana. ശ്രീലക്ഷ്മി നേരത്തെ വന്നിട്ടില്ല അല്ലെ? ശ്രീലക്ഷ്മി, സുധീഷ ആൻഡ് അയന. കറക്റ്റ് ആൻസർ ആണ്. ഞാൻ വെറുതെ ചോദ്യം പറയാട്ടോ. എ ടെമ്പററി മെന്റൽ കണ്ടീഷൻ ഇൻ വിച്ച് someone is not in the control of themselves. അതിനെയാണ് നമ്മൾ ട്രാൻസ് എന്ന് പറയുന്നത്. അടുത്ത ഫിസിക്സിൽ നിന്നാണ്. An object which allows ALLOWS, which allows light to pass through it completely. An object which Sherin, Srilakshmi, Sudhisha. Sherin, Srilakshmi, and Sudhisha. Answer the correct answer. The answer is called transparent. Transparent. The answer transparent. Correct answer. A place where king stores, STORES, stores his wealth. A place where Sudhisha, Srilakshmi, Ashwini. Sudhisha, Srilakshmi, and Ashwini. Correct answer. Treasure എന്ന് പറയുന്നത് ട്രഷറി. ആ സൂക്ഷിക്കുന്ന സ്ഥലത്തിന് പേര് പറയുമ്പോൾ ട്രഷറിയാണ്. ട്രഷറി, ഖജനാവ്. യെസ്, ഖജനാവ്. ട്രഷർ എന്ന് പറയുമ്പോൾ നിധി എന്നുള്ള രീതിയിലായിരിക്കും ട്രഷറി എന്ന് പറയുക. കറക്റ്റ് ആൻസർ. എ പ്ലേസ് വെയർ ദി കിങ് സ്റ്റോർസ് ഹിസ് വെൽത്ത്. അതാണ് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് ഏരിയ. പണം സൂക്ഷിക്കുന്ന സ്ഥലമാണ്. അടുത്ത് three-legged, LEGGED, three-legged object which supports a camera or telescope. Srilakshmi, Sudhisha, Sherin. Srilakshmi, Sudhisha, and Sherin. Correct answer ആണ്. The answer is called tripod.
TRIPOD. അടുത്തത് നേരത്തെ പറഞ്ഞു ഫിസിക്സിലാണെന്ന് പറഞ്ഞു. ഇപ്പോൾ മാത്തമാറ്റിക്സ് എന്നുള്ളൊരു ചോദ്യമാണ്. A geometrical shape. A geometrical shape. ഓ, ഇത് നമുക്ക് ആളെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ആരായിരുന്നു ആദ്യം പറഞ്ഞത്? കറക്റ്റ് ആൻസർ ആണ് നീതു ഷെറിൻ സുധീഷ. ബിന്ദു, ഷെറിൻ, സുധീഷ. അല്ല, നീതു പ്രിൻസ്. നീതു, ഷെറിൻ ആൻഡ് സുധീഷ. കറക്റ്റ് ആൻസർ ആണ്. അതിന്റെ ആൻസർ ട്രയാങ്കിൾ എന്നാണ്. ട്രയാങ്കിൾ. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Something on wheels, 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 which is used to move things, THINGS. Something on wheels which is used to move things. അല്ല, അതല്ല ഉദ്ദേശിച്ചത്. ടയർ അല്ല. ഒന്നുകൂടി. ട്രെയിൻ അല്ല. യെസ്, വെരി സിമ്പിൾ. അയന, നീതു, അശ്വതി. അയന, നീതു ആൻഡ് അശ്വതി. യെസ്. അർച്ചനയാണ്. യെസ്. ഓക്കെ. യെസ്, വെരി ഗുഡ്. യെസ്. അതായത് ഞാനത് 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് നിങ്ങൾ ആരും ഉത്തരം പറയുന്നില്ല എങ്കിൽ ഞാൻ പറയാമെന്ന് വിചാരിച്ചത് ക്ലൂ ആയിരുന്നു. മാർജിൻ ഫ്രീ ഷോപ്പിൽ പോകുമ്പോൾ ഈ സംഗതി നമ്മൾ ഉപയോഗിക്കും എന്ന് പറയാം എന്ന് വിചാരിച്ചപ്പോഴേക്കും ഉത്തരം വന്നു. യെസ്, സംതിങ് ഓൺ വീൽസ് which is used to move things. Okay, rolling. അപ്പോൾ ഓക്കെ, ഞാൻ ചോദ്യങ്ങൾ അവസാനിച്ചിരിക്കുകയാണ്. ഞാൻ പോയിന്റ് നിലവാരം പറയാം. പത്മശ്രീ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ജിനിമോൾ 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അർച്ചന 1 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. നീതു 2 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അയന 3 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 3 points. Then Sherin 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി 4 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അശ്വതി 5 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 5 പോയിന്റ്. സുധീഷ 7 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. 7 പോയിന്റ്. ഓക്കെ. അപ്പോ ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ഏവർക്കും ഹൃദ്യമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നല്ലൊരു ഓണമായിരിക്കട്ടെ 2025 ഓണം എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ. ഓക്കെ, നീതു, അശ്വതി, ശ്രീലക്ഷ്മി, ഹാപ്പി ഓണം. ഓക്കെ, അപർണ. യെസ്. ഓക്കെ, ജിനിമോൾ, മാത്യു, സുധീഷ. ഓക്കെ. ഓക്കെ, ഷെറിൻ. ഓക്കെ, പത്മശ്രീ, ജിനിമോൾ, മാത്യു, അർച്ചനാച്ചു. ഓക്കെ, ഹാപ്പി ഓണം. ഓക്കെ, ബിന്ദു, സത്യം, ഹാപ്പി ഓണം.
ശരി.